Everyone, here we are continuing our chapter environmental issues. In last episode we discussed air pollution, water pollution and soil pollution. Okay, so we discussed about the solid wastes. How can we dispose the solid wastes? By burning, sanitary landfills and categorize. Okay, next we are discussing about electronic wastes or e-waste. What is e-waste? Electronic waste അല്ലെങ്കിൽ e-waste എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ഇ വേസ്റ്റ് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പാർട്സ്, ടെലിവിഷൻ, അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പാർട്സുകൾ അല്ലേ, അതാണ് എന്താ പറയുന്നത് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇ വേസ്റ്റിൽ ഏറ്റവും അധികം എന്താണ് മെറ്റൽസ്, കോപ്പർ, അയൺ, സിലിക്കൺ, നിക്കൽ, ഗോൾഡ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആണ് അതിൽ അധികം ഉണ്ടാവുക. അപ്പോൾ അതിൽ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? റീസൈക്ലിംഗ് ചെയ്യണം. ഒരുപാട് ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളാണ് എവിടെ പോയിട്ട് നമ്മുടെ കടലിൽ പോയിട്ട് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യണം? അത് ഡിസ്ട്രക്ഷൻ വരുത്താണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റസ് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. എന്നിട്ട് മാത്രമല്ല ഡെവലപ്ഡ് കൺട്രീസിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വേസ്റ്റ് ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇററിപ്പയറബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സ് ആയിരിക്കും. അത് ഫങ്ഷൻ അല്ലാത്ത ഏതെങ്കിലും പാർട്സുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രീസാണ് അല്ലേ. ആ കൺട്രീസിലൊന്നും എന്ത് ചെയ്യാനില്ല, അത് റീസൈക്ലിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ വേസ്റ്റിനൊക്കെ നമുക്ക് എന്താ പറയുക, അത് ത്രോ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു അതിനുള്ളൊരു സൊല്യൂഷനുള്ളൂ. അപ്പോൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാനൊക്കെ ആ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് ആ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വേസ്റ്റിൻ്റെ ഇമ്പാക്ട്സ് ഫേസ് ചെയ്യുന്നത്. കാരണം അവിടെ റീസൈക്ലിംഗ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീസൈക്ലിംഗ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ഈ വേസ്റ്റിനെ പോലും റീസൈക്ലിംഗ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ എമിഷൻ, ആ മെറ്റലിൻ്റെ എമിഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കേസ് സ്റ്റഡി നടത്തിയത് മനസ്സിലായത് നമ്മുടെ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ സ്വദേശി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്ലാസ്റ്റിക്, ഈ റീസൈക്കിൾഡ് ആയിട്ടുള്ള ആ പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ നിന്ന് പോളി ബ്ലെൻഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വേർതിരിച്ചെടുത്തു. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പോളി ബ്ലെൻഡ് ബിറ്റ്യൂമിനായിട്ട് ചേർത്തിട്ട് ഒരു വാട്ടർ റിപ്പലന്റ് പ്രോപ്പർട്ടീസ് ആക്കി മാറ്റി. അത് നമ്മളുടെ റോഡുകളിലൊക്കെ അല്ലേ, റോഡിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ലൈഫ് സ്പാൻ നമുക്കറിയാം, പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന റോഡുകളാണ് അധികം അല്ലേ. അങ്ങനെ അല്ലാതെ റോഡിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്മുടെ പ്ലാസ്റ്റിക്സ് ഒക്കെ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എത്തിക്കിട്ടി അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ എന്ത് ചെയ്തു? ബിറ്റുമിൻ ചേർത്തിട്ട് അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറ്റിയെടുത്തു. അങ്ങനെ അത് വാട്ടർ റിപ്പലന്റ് പ്രോപ്പർട്ടി ആയപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ദ ലൈഫ് സ്പാൻ ഓഫ് റോഡ്സിലൊക്കെ നമ്മൾ ടാറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ റോഡിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഈ പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചു. അങ്ങനെ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടി ഡംപ് ചെയ്യുക എന്നുള്ള ആ ഒരു ശീലം എന്ത് ചെയ്ത് നമുക്ക് അവസാനിപ്പിച്ച് കിട്ടാനായിട്ട് സാധിച്ചു. ഇനി അടുത്തെന്ന് പറയുന്നത് അഗ്രോകെമിക്കൽ വേസ്റ്റുകളാണ്. അഗ്രോകെമിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറിൽ നമ്മൾ ഈ ഏത് തരം പൊല്യൂഷൻസ് ആയാലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചറിനാണ് അല്ലേ. നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യാലും അതുപോലെ തന്നെ കെമിക്കൽസ് ഉപയോഗിക്കുക, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക, ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുക, മൈനിങ് പ്രോസസ്സ് നടത്തുക. അപ്പോൾ നമ്മുടെ മൊത്തം എക്കോസിസ്റ്റത്തിന് അത് മാറ്റിമറിക്കും. സോയിൽ എക്കോസിസ്റ്റം മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മൈക്രോബ്സ് വളരില്ല. അങ്ങനെ വളരാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു സൊല്യൂഷനാണ് എന്ത്? ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോ വേസ്റ്റ് പ്രൊഡക്റ്റാണ്. സീറോ വേസ്റ്റ് പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയൽസും എന്താ യൂസ്ഫുൾ ആക്കി മാറ്റുക, അതല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആക്കി മാറ്റുക. ഇപ്പോൾ നമ്മുടെ നെല്ലൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ വൈക്കോലിട്ടില്ലേ, ആ വൈക്കോൽ തന്നെ വീണ്ടും ഫീൽഡിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വേസ്റ്റുകൾ പുറത്തേക്ക് വരുന്നില്ല, എല്ലാതും എന്ത് ചെയ്യുക? അഗ്രികൾച്ചർ ഫീൽഡിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇത് സീറോ വേസ്റ്റ് പ്രൊജക്റ്റാണ് എന്ത്? ഓർഗാനിക് ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ക്രോപ്പ് വേസ്റ്റും അതുപോലെ തന്നെ കമ്പോസ്റ്റ് ആക്കിയിട്ട് കാറ്റിൽ ടാങ്ക് ആയിട്ടാണ് മാനുവൽസൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ അറ്റ്മോസ്ഫിയർ അതല്ലെങ്കിൽ എക്കോസിസ്റ്റം ഫുള്ളി എന്താണ് നമ്മുടെ കയ്യിലായി കിട്ടും. അതായത് നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ഭാഗമായിട്ട് രമേശ് ചന്ദ്ര ഡാഗർ എന്ന് പറഞ്ഞ ഒരു സോനപ്പട്ടിലെ ഒരു ഫാമർ, അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത്? സീറോ ആയിട്ടുള്ള നോൺ വേസ്റ്റ് പ്രോഗ്രാം, ഒരു തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല എല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് രമേശ് ചന്ദ്ര ഡാഗർ എന്ന് പറയുന്നത്. രമേശ് ചന്ദ്ര ഡാഗർ. ഓക്കെ, അടുത്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് പ്ലാന്റുകളുണ്ട്. ആ റേഡിയോ ആക്റ്റീവ് പ്ലാന്റുകളിൽ നിന്ന് ഒരുപാട് എമിഷൻസ് ഉണ്ടാവും. ഈ റേഡിയേഷൻസ് എമിഷൻസ് എന്തിനു കാരണമാകും? ചിലപ്പോൾ ആക്സിഡൻ്റൽ ലീക്കേജ് ആവാം, അതല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആവും ലീക്കേജ് ഉണ്ടാവുക. എന്ത് തന്നെയായാലും നമുക്ക് റേഡിയേഷൻ ആണെങ്കിൽ നമുക്കറിയാം എന്ത് കാരണമാകും? മ്യൂട്ടേഷന് കാരണമാകും.
ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. പെട്ടെന്ന് അത് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷനുകളിലേക്ക് ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവുക. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്നത് അത്രയും ഹാംഫുൾ ആയ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻ നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അങ്ങനെ സേഫ് ഡിസ്പോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ മെറ്റീരിയലിനെ നമുക്ക് എന്താ പറയുക, ആ ഒരു പ്ലാന്റ് കൊണ്ട് ആർക്കും ദോഷമില്ലാതെ ഒരു എക്കോ ഫ്രണ്ട്ലി ആക്കി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്താണെന്ന് പറയുക, ആ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആളുകൾ താമസിക്കുന്നതും ഒരുപാട് അകലെയായിരിക്കണം. അതല്ലെങ്കിൽ എന്താ പറയുക, ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 500 മീറ്റർ നമ്മൾ ഡീപ്പായിട്ട് അത്രയും ബെർത്തിൽ കൊണ്ടുപോയിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ മെറ്റീരിയലൊക്കെ ഡംപ് ചെയ്യണമെങ്കിൽ. പിന്നെ അവിടെ റേഡിയോ ആക്റ്റീവ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന റേഡിയേഷനുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ ഉപയോഗിക്കുക. ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ അതെന്താവും, നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ വെൽത്തിനെയും ബാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെ വരിക? എഫക്ട്സ് എന്ന് പറയുന്നത് ലീതലാണ് അല്ലേ. റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് ലീതലിന് കാരണം. ഇനി മാത്രമല്ല നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിന് കാരണമാകും. സ്റ്റെറിലിറ്റി വരാം, ഡിഫക്റ്റീവ് ഡിവിഷൻ, അതായത് നമുക്ക് കണ്ണ് ഡിഫക്റ്റീവ് വിഷൻ എന്ന് വെച്ചാൽ എന്താ, കാഴ്ചയ്ക്ക് എന്തെങ്കിലും തകരാറ് വരിക. പിന്നെ ആ UV റേസും എക്സസൈസൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ അതിനെ അക്കോമഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മളുടെ ഹിയറിങ്ങിനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസിന് അത് കാരണമാകും. ഏതൊക്കെയായിരുന്നു ലീതൽ ഇഫക്റ്റ് വരാം. പിന്നെ നമ്മളുടെ ഓരോ ഓർഗൻസിൻ്റെയും ഫംഗ്ഷൻ അത് പ്രോപ്പർ ആയിരിക്കില്ല. ഇമ്പയർഡ് ആയിട്ടുള്ള വിഷൻ വരിക, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് വിഷൻ വരിക, സ്റ്റെറിലിറ്റി ആവുക, പിന്നെ എന്താ പറയുക ക്യാൻസർ അതല്ലെങ്കിൽ മ്യൂട്ടേഷനൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്താ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഉപയോഗിക്കുക ആ ലീക്കേജ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത്. പിന്നെ എന്താ പറയുക, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഒക്കെ നടക്കുമ്പോൾ അത് മിക്കവാറും നടത്തേണ്ടത് ആൾതാമസം ഇല്ലാത്തൊരു ഏരിയയിൽ പോയി നടത്ത്. പിന്നെ ഇത് ബറി ചെയ്യേണ്ടത്, ഇങ്ങനെ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ ബറി ചെയ്യേണ്ടത് എവിടെയാണ്, ഒരു 500 മീറ്റർ ഡീപ്പ് എർത്തിന്ന് ഒരു 500 മീറ്റർ ബിലോ ആയിട്ട് വേണം അത് ബറി ചെയ്യണമെങ്കിൽ, ഒരു റോക്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതിൻ്റെ എക്സ്പോഷർ നമുക്ക് കുറഞ്ഞ് കിട്ടുകയുള്ളൂ. We are discussing greenhouse effect and global warming. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹരിതഗ്രഹ പ്രഭാവം. ഓക്കെ, അതെന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ആഗോള താപനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സാധാരണ സണ്ണിൽ നിന്നും എന്ത് വരും, റേഡിയേഷൻസ് വരും അല്ലേ. ആ സണ്ണിൽ നിന്ന് ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റിട്ടേൺ ബാക്ക് പോകും അല്ലേ. പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മീഥേനൊക്കെ എന്ത് ചെയ്യും, ഈ എർത്ത് ചുറ്റൂർ അനിമലൊക്കെ പോലെ കവർ ചെയ്യും. അവരെന്ത് ചെയ്യും, ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ആ അബ്സോർപ്ഷൻ നടത്തുമ്പോൾ അവിടെ എന്താ, ഒരു വാംനെസ് ഉണ്ടാവുക അല്ലേ, ഒരു ആ എഫക്റ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുക. ആ കൂടുന്ന അവസ്ഥയാണ് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസസ് ഒക്കെയാണ് ഏത്, കാർബൺ ഡൈ ഓക്സൈഡും മീഥേനൊക്കെ പറയുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എർത്തിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, അപ്പോൾ ഹീറ്റിൽ നിന്ന് സാധാരണ സണ്ണിൽ നിന്ന് ഇതുവരും ഹീറ്റ് വരും അല്ലേ. ആ വരുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ചു പോവുക ചെയ്യണേ. നോക്കുക ഫിഗറിൽ നോക്കിയൊക്കെ സണ്ണിൽ നിന്ന് ഹീറ്റ് വരുന്നു. ആ ഹീറ്റ് എന്ത് ചെയ്തു പോയി, ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തു പോയി അല്ലേ. പക്ഷേ നമ്മൾ CFC എന്ന് പറഞ്ഞെങ്കിൽ എന്ത്, ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. പിന്നെ നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന്, പിന്നെ നമ്മളുടെ ഫാക്ടറീസിൽ നിന്ന്, പിന്നെ നമ്മൾ ഫയർ കത്തിക്കുമ്പോൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ മീഥേനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വരുന്ന ഹീറ്റിനെ അല്ലെങ്കിൽ വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസൊക്കെ അവിടെ തടഞ്ഞു നിർത്തുന്നു അല്ലേ. അങ്ങനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും അല്ലേ. ആ ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു പ്രതിഭാസം, അതാണ് ഗ്രീൻ ഹൗസ് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഫ്ലക്സ്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അവർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന കാരണം എന്താ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത് അവരാണ്. ദ മീൻ ആനുവൽ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഈസ് about 15 degrees Celsius. In the absence of greenhouse gases, the temperature of the earth would fall to -18 degrees Celsius. ഗ്രീൻഹൗസ് ഗ്യാസ് ഇല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ കുറയേണ്ടതാണ്. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ള കാരണം എന്ത് ചെയ്യുന്നു, എർത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത്, വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ എമൗണ്ട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി മുഴുവൻ എന്താ ചെയ്യണം, കത്താൻ, അതായത് എല്ലാ ഭാഗവും ഉരുക്കി വിളിക്കും. ഇപ്പോൾ നമുക്കറിയാം പോൾസിലൊക്കെ അല്ലേ, ആ പോളുകളൊക്കെ എന്ത് ചെയ്യാം, പോൾസിലൊക്കെ ഗ്ലേസിയേഷൻ മഞ്ഞൊക്കെ ഉരുകാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓർഗൻസിലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയിൽ എപ്പോഴും എന്തുണ്ടാവും, ഓരോ തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ എഫക്ട്സുകൾ എന്തൊക്കെയാണ്, എഫക്ട്സ് എന്തൊക്കെയായിരിക്കും, ഇതിൻ്റെ ഗ്രീൻ ഹൗസ് ഇഫക്ട്സിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും,
ഒന്ന് നോക്കി ഏതൊക്കെയായിരിക്കും എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓസോൺ ലെയറില്ലേ, ആ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, മീഥേനൊക്കെ അല്ലേ. പിന്നെ CFC, നമ്മളെന്താ പറയുക, CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസുകൾ, നമ്മളുടെ ഈ സിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഫ്രീയോൺ ഗ്യാസൊക്കെ. അപ്പോൾ അത് നമ്മുടെ ഓസോൺ ലെയർ, നമ്മുടെ എർത്തിന് മേലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്. നോക്കി നോക്കൂ, ഇവിടെ നമ്മുടെ CFC, HCFC, വോക്സ് അങ്ങനെയുള്ള ഗ്യാസൊക്കെ ലിബറേറ്റഡ് ആവുകയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ എർത്തിൻ്റെ ലെയറുകളാണ് ഇതൊക്കെ, ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഒക്കെ അല്ലേ. ഈ സ്ട്രാറ്റോസ്ഫിയർ ലെയറിലാണ് ഈ ഓസോൺ ലെയർ കാണുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ട്രോപ്പോസ്ഫിയറിലൂടെ ഈ വാതകങ്ങൾ കടന്നു പോയിട്ട് നമ്മുടെ ഓസോൺ ലെയറിൽ എന്ത് സംഭവിക്കുന്നു, വിള്ളൽ വരുത്തുക. ഒരു പിൻഹോൾ ഓസോൺ ലെയർ വിള്ളൽ വരുത്തിയാൽ മതി. ആ പിൻഹോളിൽ കൂടെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, സണ്ണിൽ നിന്നും ഒരുപാട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എവിടേക്ക് എത്തും, ഭൂമിയിലേക്ക് എത്തും. അങ്ങനെ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ക്യാൻസർ, മ്യൂട്ടേഷൻസ്, ജനറ്റിക് വാരിയബിലിറ്റിക്കൊക്കെ അത് കാരണമാകാൻ ചെയ്ത്. മാത്രമല്ല നമ്മുടെ വെതർ, ക്ലൈമറ്റ്, നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ക്ലൈമറ്റും വെതറൊക്കെ വരിക. ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത് വളരെ ഇൻക്രീസ് ആവശ്യം. നമുക്കറിയാം ഇപ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് അല്ലേ. പിന്നെ സീ ലെവൽ എന്ന് പറയുന്നത് റൈസ് ചെയ്യും അല്ലേ. അവിടെ ഗ്ലേസിയേഴ്സ്, മഞ്ഞുരുകാൻ തുടങ്ങുമ്പോൾ ആ വെള്ളം എവിടെ വന്ന് വീഴും, സീ ലെവൽ കൂടും. അങ്ങനെ സീ ലെവൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോളാർ പോർഷൻസ് മെൽറ്റ് ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ സീ ലെവൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലിയാണ് ആരെ എഫക്ട് ചെയ്യുക, കോസ്റ്റൽ ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുക. അതായത് മെറൈനായിട്ടുള്ള ഓർഗാനിസംസ് ഒരുപാടുണ്ടായിരിക്കും. ആ മെറൈൻ ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുന്നത് വളരെയധികം ക്രൂഷ്യലായിട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, സ്പീഷ്യസ് ഡിസ്ട്രിബ്യൂഷന്. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾട്ടിറ്റ്യൂഡിലും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിലൊക്കെ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് വളരെയധികം എഫക്ട് ചെയ്യും അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ ഓർഗാനിസത്തിനും അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വിത്ത്സ്റ്റാൻഡ് ആയിട്ട് കഴിയില്ല. അങ്ങനെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ഫുഡ് പ്രോസസ്സ് ഒന്നും നടക്കില്ല. ഫുഡ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വേൾഡിൽ തന്നെ ഫുഡിൻ്റെ സ്കേഴ്സിറ്റി സംഭവിക്കും. അതായത് ഫുഡ് പ്രൊഡക്ഷൻ നിൽക്കുക. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവില്ല, അവിടെ ഉണ്ടാകാത്ത അവസ്ഥ വരിക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അവിടെ ഫുഡ് പ്രോസസ്സ് കുറയുമ്പോൾ എൻ്റെ വേൾഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുഡ് കിട്ടാത്ത അവസ്ഥയിലേക്കായിട്ട് മാറിപ്പോകും. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ കാര്യമായി കണക്കാക്കേണ്ട ഒന്നാണ്. എന്ത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് അല്ലേ. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുക, മാത്രമല്ല ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്യുക, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, ഫോസിൽ ഫ്യൂവൽസിൻ്റെ ആ ഉപയോഗമില്ലേ അത് കുറച്ച് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക, വിൻഡ് എനർജി, സോളാർ എനർജി. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സും കൂടിയാണ് അല്ലേ. വിൻഡ് എനർജി, സോളാർ എനർജി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടിമുറിക്കുന്നത് കുറയ്ക്കുക. പിന്നെ ഹ്യൂമൻ പോപ്പുലേഷനിലെ ഹ്യൂമൻ പോപ്പുലേഷൻ കുറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലൊരു 5 ആളുണ്ടെങ്കിൽ ആ 5 ആൾ റെസ്പയർ ചെയ്യാൻ വിചാരിക്കുക, അത്രയും എമൗണ്ട് എന്ത് പുറത്തേക്ക് വരികയാണ്, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പർട്ടിക്കുലർ ഏരിയയിലാകുമ്പോൾ ഒരുപാട് പേരായി. അങ്ങനെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുകയാണ്, ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടും. അപ്പോൾ സ്ലോയിങ് ഡൗൺ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ അതൊരു കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിങ്ങനെ എത്ര പറഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. ആ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം, നമ്മുടെ ത്രൂ ദ മീഡിയ അല്ലെങ്കിൽ ത്രൂ ദ ലീഗൽ പൊസിഷൻ വേണം. അങ്ങനെ ലീഗലി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് അനുസരിക്കുകയും ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതിന് കൊണ്ടുവന്നതാണ് എന്ത്, മോൺട്രിയൽ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ മോൺട്രിയൽ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്, ഇങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിന് തടയാൻ വേണ്ടിയിട്ട്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നടന്നത് ക്യോട്ടോ എന്ന സ്ഥലത്താണ്, അത് ജപ്പാനിലാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള അവരുടെ എയിം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറച്ചിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ നമ്മുടെ വരുതിയിൽ വരുത്താമെന്നായിരുന്നു അവരുടെ മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താ അവർ ഉദ്ദേശിച്ചെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ അളവ് എങ്ങനെ കുറച്ചെടുക്കാമെന്നായിരുന്നു ആ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കെല്ലാം വേണം, പക്ഷെ എന്ത് വേണം, അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന് തന്നെ അതെന്താണ്, നാശം വരുത്തുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണോ നമ്മൾ ഇപ്പോൾ സിയുടെ ഉപയോഗം, ഫ്രിഡ്ജ്, അത് തന്നെ പിന്നെ നമ്മളുടെ സ്പ്രേ, അതൊക്കെ എന്താണ് നമ്മൾ അതിൽ നിന്നും പുറത്തു വരുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നമ്മുടെ എയർ പൊല്യൂട്ടൻ്റ് ആണ്. മാത്രമല്ല അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഗ്യാസസും കൂടെയാണ്.
ഓക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ എമിഷൻ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻ ഹൗസ് എഫക്ഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ വാർമിംഗും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ് എന്താ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് എന്താ, കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ് ആണ് അല്ലേ. അങ്ങനെ നമ്മൾ ഇതിന് കാരണമായി തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് മരങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഹാബിറ്റാറ്റ് ലോസിന് കാരണമാണ്. അപ്പോൾ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ത്രൂ ലോ തന്നെയാണ് അല്ലെ, ലീഗലി. അപ്പോൾ അതിനൊരു നാഷണൽ ഫോറസ്റ്റ് പോളിസി ഉണ്ട് 1988 കൊണ്ടുവന്നത്. അത് പ്രകാരം എന്ത് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ, കട്ടിങ് പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലീഗലായിട്ട് ആക്ഷൻ എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൃതാദേവി വിഷ്ണോയി എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അവർക്ക് എന്ത് ചെയ്തു, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമുക്കറിയാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് കിട്ടണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്, ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നത് ആരാണോ അവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹാബിറ്റാറ്റ് ലോസ് മാത്രമല്ല, ഒരുപാട് പേർക്ക് എന്താണ്, അവർക്ക് ഫിസിക്കലിയും അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ, ഡീഫോറസ്റ്റേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും, ഗ്രീൻ ഹൗസ് ഇഫക്റ്റുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താ, എഫോറസ്റ്റേഷൻ. നമ്മൾ തിരിച്ച് പ്ലാന്റുകളെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കൂടുമ്പോൾ ഡീഫോറസ്റ്റേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടും അല്ലേ. ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകും, പിന്നെ സോയിൽ എറോഷൻ ഉണ്ടാവാം, പിന്നെ വെള്ളത്തിൻ്റെ വാട്ടർ സൈക്കിളിനെ അതൊക്കെ ബാധിക്കും. അപ്പോൾ ഇതിനൊരു റെമഡി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ മാത്രമേ റെമഡി ഉള്ളൂ. നമ്മുടെ കയ്യിൽ റെമഡി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റിങ് ട്രീ അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒരു റെമഡി നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ. ഒരു ജൂം കൾട്ടിവേഷൻ ഉണ്ട്. ജൂം കൾട്ടിവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൊക്കെ, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അവിടുത്തെ ഫാമേഴ്സ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ കാറ്റിൽസിനൊക്കെ ഗ്രേസിങ്ങിന് വേണ്ടി ഒരു ഫീൽഡാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ അതെന്തിന്, ഫോറസ്റ്റ് കട്ട് ചെയ്യില്ല ചെയ്ത്. അങ്ങനെ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ അഗ്രികൾച്ചർ അവിടുത്തെ ഒരു ഹാബിറ്റേറ്റ് നശിപ്പിക്കുകയാണ് ചെയ്ത് അല്ലേ. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ അത് ഡീഫോറസ്റ്റേഷൻ, അതായത് ഒരു ലാൻഡ് ഏരിയ മുഴുവൻ കട്ട് ചെയ്തിട്ട് അവിടെ ഗ്രേസിങ്ങിന് മാറ്റി. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുമോ, ഡീഫോറസ്റ്റേഷൻ എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ അത് ഡെസർട്ടിഫിക്കേഷന് കാരണമാവുകയാണ് ചെയ്തത് ജൂം കൾട്ടിവേഷനിലൂടെ. ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഒരു എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡ്യൂട്ടിയാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് ഓരോ ഡേ ഒക്കെ ഉണ്ട് അല്ലേ. എൻവയോൺമെൻറ്റൽ ഡേ എന്നാണ് 5th ജൂൺ, ഓസോൺ ഡേ എന്ന് പറയുന്നത് 16th സെപ്റ്റംബർ, അനിമൽ ഡേ, വേൾഡ് അനിമൽ ഡേ എന്ന് പറയുന്നത് 3rd ഒക്ടോബർ. അതായത് വാട്ടർ ഡേ ഉണ്ട്, ഫോറസ്റ്റ് ഡേ ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് ഡേ ഉണ്ട്. അപ്പോൾ ഓരോ ഡേ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, ആ ദിവസമെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ റീയൂസ് ചെയ്യുക. നമുക്കതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ഹിയർ ഐ ആം മൈൻഡിങ് മൈ പോർഷൻ. താങ്ക് യു.